ഹായ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുണ്ടാക്കുന്ന പക്ഷെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പക്ക തോരൻ. ഇതൊരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പാവയ്ക്ക തോരനാണ്. ഇതേപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്. വളരെ കുറവ് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു പാവയ്ക്ക തോരൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം പാവയ്ക്ക, ഈ ചെറിയ സൈസ് കൈപ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് നീളത്തിൽ അരിഞ്ഞിട്ട് നടുക്കുള്ള കുരുഭാഗമൊക്കെ സ്പൂൺ വെച്ചിട്ട് സ്ക്രേപ്പ് ചെയ്ത് കളയാം. അതിനുശേഷം പറ്റുന്ന അത്രയും നേർമയായിട്ട് അത് അരിഞ്ഞെടുക്കണം, ഇതുപോലെ നീളത്തിൽ. അപ്പോൾ 1/2 കിലോ പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു ഉരുളി അല്ലെങ്കിൽ അതുപോലത്തെ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രത്തിലേക്ക് ഇടാം. വെള്ളം ചേർക്കുന്നില്ല. പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 4-5 ടേബിൾ സ്പൂൺ വരെ പച്ചമുളക്, അതും നേർമയായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 ടീസ്പൂണോളം ശർക്കര. അപ്പോൾ ശർക്കര ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ടാൽ മതി. ഈ ശർക്കര ചേർക്കുന്നതുകൊണ്ട് ഈ കൈപ്പക്ക തോരൻ്റെ കയ്പും കുറയും, അതിൻ്റെ രുചിയും കൂടും. ഇനി ആവശ്യമുള്ളത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ മതി. ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഉപ്പ് ആദ്യം പാകത്തിന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് 4 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ ചിരകിയതും പാവയ്ക്ക എല്ലാം നന്നായിട്ട് മിക്സ് ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വഴറ്റി കൊടുക്കുമ്പോൾ 5 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ആദ്യത്തെ 5 മിനിറ്റ് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ടൈമർ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശർക്കരയുടെ കട്ടകൾ പതുക്കനെ ഇങ്ങനെ ഉടച്ചും കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം ബാക്കി 10 മിനിറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കയ്പയ്ക്ക് ഇങ്ങനെ വല്ലാണ്ട് ഉടഞ്ഞ് പോകാൻ തുടങ്ങും. അപ്പോൾ ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴോ പതുക്കിനൊന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ നോക്കിയിട്ട് വേണമെങ്കിൽ 1 സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സ്റ്റേജിൽ. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ 10 മിനിറ്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ടോട്ടൽ ടൈം ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് 20 മിനിറ്റാണ്. ഏറ്റവും ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്. അങ്ങനെ 10 മിനിറ്റ് ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങ ചിരകിയത് ഇങ്ങനെ വറുത്ത് വരുന്ന നല്ലൊരു മണം വന്നു തുടങ്ങും. അതുപോലെ തന്നെ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ തുടങ്ങും. അങ്ങനെ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് 5 മിനിറ്റ്സും ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കണം, ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട്. അപ്പോൾ ആ കറിവേപ്പിലയുടെയും കൂടി മണം ഇതിൻ്റെ ഇടയിൽ വരും. മൊത്തത്തിൽ നല്ലൊരു മണമാണ് കിട്ടുന്നത് ഈ പാവയ്ക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ വിചാരിക്കാത്തൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ പാവയ്ക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ. ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്. തേങ്ങ ചിരവിയത്, പാവയ്ക്ക, ശർക്കര, വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത്. പിന്നെ വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകിച്ച് ഓർമ്മ വെക്കണം. ഈ തോരന് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഇതുപോലെ കിട്ടില്ല. അതുപോലെ തന്നെ പാവയ്ക്കൊക്കെ ഒരു കയ്പ് ടേസ്റ്റ് കൂടി നിൽക്കുകയും ചെയ്യും. വെള്ളം ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ആണ് നമ്മൾ ഈ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക തോരൻ ചോറിനൊപ്പം കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.